ഹായ് ഫ്രണ്ട്സ്, എജു പ്ലസ് ലേണിംഗ് ക്ലാസ്സസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് PSC ബുള്ളറ്റിനിൽ വന്നിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ്. 2024-25 വർഷങ്ങളിൽ എക്സാം എഴുതാൻ പോകുന്ന എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന തരത്തിലുള്ള കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് നോക്കാം. ആദ്യത്തെ ചോദ്യം: മികച്ച സിനിമയ്ക്കുള്ള കേരള ഫിലിം ക്രിട്ടിക്സ് അവാർഡ് നേടിയത് ആട്ടം എന്ന സിനിമയാണ്. മികച്ച സിനിമയ്ക്കുള്ള കേരള ഫിലിം ക്രിട്ടിക്സ് അവാർഡ് ലഭിച്ചത് ആട്ടം എന്ന സിനിമയ്ക്കാണ്. ഇത് സംവിധാനം ചെയ്ത വ്യക്തിയാണ് ആനന്ദ് ഏകർഷി. ആനന്ദ് ഏകർഷി സംവിധാനം ചെയ്തിട്ടുള്ള ആട്ടത്തിനാണ് മികച്ച സിനിമയ്ക്കുള്ള കേരള ഫിലിം ക്രിട്ടിക്സ് അവാർഡ് 2024 ലഭിച്ചിട്ടുള്ളത്. കേരള ഫിലിം ക്രിട്ടിക്സ് അവാർഡിൽ മികച്ച സംവിധായകനുള്ള പുരസ്കാരം ലഭിച്ചത് ആനന്ദ് ഏകർഷിക്കാണ്. മികച്ച സിനിമയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആട്ടമാണ്. മികച്ച സംവിധായകൻ ആട്ടം സിനിമ സംവിധാനം ചെയ്തിട്ടുള്ള ആനന്ദ് ഏകർഷിയാണ്. മികച്ച നടനായി തിരഞ്ഞെടുത്തത് ബിജു മേനോനെയും വിജയരാഘവനെയുമാണ്. മികച്ച നടനാണ് ബിജു മേനോൻ, വിജയരാഘവൻ. ഗരുഡൻ എന്ന സിനിമയ്ക്കാണ് ബിജു മേനോനെ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. പൂക്കാലം എന്ന സിനിമയ്ക്കാണ് വിജയരാഘവനെ മികച്ച നടനായി തിരഞ്ഞെടുത്തിട്ടുള്ളത്. മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിച്ചത് ശിവതയ്ക്കും സറിൻ ഷിഹാബിനുമാണ്. മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് ശിവദ, സറിൻ ഷിഹാബ്. ജവാനും മുല്ലപ്പൂവും എന്ന സിനിമയ്ക്കാണ് ശിവതയ്ക്ക് മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിച്ചത്. ജവാനും മുല്ലപ്പൂവും എന്ന സിനിമയ്ക്കാണ്. ആട്ടം എന്ന സിനിമയ്ക്കാണ് സറിൻ ഷിഹാബിനെ മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. ആട്ടം എന്ന സിനിമയിലെ അഭിനയത്തിനാണ് സറിൻ ഷിഹാബിനെ തിരഞ്ഞെടുത്തത്. സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചത് ശ്രീനിവാസനാണ്. സമഗ്ര സംഭാവനയ്ക്കുള്ള ഫിലിം ക്രിട്ടിക്സ് അവാർഡ് നേടിയ വ്യക്തിയാണ് ശ്രീനിവാസൻ. മികച്ച ബാലതാരമായി തിരഞ്ഞെടുത്തത് നസീഫ് മുത്താലിയെയും ആവണി ആവൂസിനെയുമാണ്. മികച്ച ബാലതാരമായി തിരഞ്ഞെടുക്കപ്പെട്ട നസീഫ് മുത്താലി ചാമ എന്ന സിനിമയിലെ അഭിനയത്തിനാണ് പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. കുറിഞ്ഞി എന്ന സിനിമയിലെ അഭിനയത്തിനാണ് ആവണി ആവൂസിനെ മികച്ച ബാലതാരമായിട്ട് തിരഞ്ഞെടുത്തത്. ഗാനരചയിതാവിനുള്ള പുരസ്കാരം ലഭിച്ചത് K. ജയകുമാറിനാണ്. ഫിലിം ക്രിട്ടിക്സ് അവാർഡിൽ ഗാനരചയിതാവ് എന്ന വിഭാഗത്തിൽ പുരസ്കാരം ലഭിച്ചത് K. ജയകുമാറിനാണ്. സംഗീത സംവിധാനത്തിന് പുരസ്കാരം നേടിയത് അജയ് ജോസഫാണ്. സംഗീത സംവിധാനത്തിന് അജയ് ജോസഫിനാണ് പുരസ്കാരം ലഭിച്ചത്. പിന്നണി ഗായകനായി തിരഞ്ഞെടുക്കപ്പെട്ടത് മധു ബാലകൃഷ്ണനാണ്. മികച്ച പിന്നണി ഗായകൻ എന്ന പുരസ്കാരം ലഭിച്ചത് മധു ബാലകൃഷ്ണനാണ്. പിന്നണി ഗായികയ്ക്കുള്ള പുരസ്കാരം മൃദുല വാര്യർക്കാണ് ലഭിച്ചത്. പിന്നണി ഗായികയ്ക്കുള്ള പുരസ്കാരം നേടിയത് മൃദുല വാര്യർ. 2024 നടക്കുന്ന T20 ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ത്യൻ ടീമിൽ ഇടം നേടിയ മലയാളിയാണ് സഞ്ജു സാംസൺ. 2024 നടക്കുന്ന T20 ക്രിക്കറ്റ് ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ ഇടം നേടിയ മലയാളിയാണ് സഞ്ജു സാംസൺ. ഇന്ത്യൻ ലോകകപ്പ് ടീമിൽ എത്തുന്ന മൂന്നാമത്തെ മലയാളിയാണ് സഞ്ജു സാംസൺ. ഇന്ത്യൻ ലോകകപ്പ് ക്രിക്കറ്റ് ടീമിൽ എത്തുന്ന ഒന്നാമത്തെ മലയാളി സുനിൽ വത്സൻ ആയിരുന്നു. 1983 ഏകദിന ലോകകപ്പിലാണ് സുനിൽ വത്സൻ അംഗമായിരുന്നത്. രണ്ടാമത്തെ വ്യക്തി S. ശ്രീശാന്ത് ആണ്. 2007 T20 ലോകകപ്പ് ടീമിലും 2011 ഏകദിന ലോകകപ്പ് ടീമിലും അംഗമായിരുന്ന വ്യക്തിയാണ് S. ശ്രീശാന്ത്. മൂന്നാമത്തെ വ്യക്തിയാണ് സഞ്ജു സാംസൺ. ദേശീയ ഗുണനിലവാര അംഗീകാരമാണ് ലക്ഷ്യ സർട്ടിഫിക്കേഷൻ. ലക്ഷ്യ സർട്ടിഫിക്കേഷൻ ലഭിച്ച ആശുപത്രിയാണ് SAT ആശുപത്രി. SAT ആശുപത്രി ദേശീയ ഗുണനിലവാര അംഗീകാരമായിട്ടുള്ള ലക്ഷ്യ സർട്ടിഫിക്കേഷൻ ലഭിച്ചത് SAT ആശുപത്രിക്കാണ്. 2024 പുലിസ്റ്റർ സമ്മാനം നേടിയ മാധ്യമങ്ങളാണ് ന്യൂയോർക്ക് ടൈംസും റോയിറ്റേഴ്സും. ഗാസയിലെ യുദ്ധത്തിൻ്റെ തീക്ഷ്ണത ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടിയതിനാണ് ന്യൂയോർക്ക് ടൈംസിനും റോയിറ്റേഴ്സിനും പുലിസ്റ്റർ പുരസ്കാരം ലഭിച്ചത്. പ്രൊഫസർ P. രഘുരാമൻ നായർ സ്മാരക ചാരിറ്റബിൾ ട്രസ്റ്റ് സാഹിത്യ പുരസ്കാരം 2024 ലഭിച്ചത് ശ്രീകുമാരൻ തമ്പിക്കാണ്. പ്രൊഫസർ P. രഘുരാമൻ നായർ സ്മാരക ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ സാഹിത്യ പുരസ്കാരം ലഭിച്ച വ്യക്തിയാണ് ശ്രീകുമാരൻ തമ്പി. 2024 ലോക പുസ്തക തലസ്ഥാനമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഫ്രാൻസിലെ സ്ട്രാസ്ബർഗ് നഗരത്തെയാണ്. യുനെസ്കോയാണ് തിരഞ്ഞെടുത്തത്. 2024 ലോക പുസ്തക തലസ്ഥാനമായി യുനെസ്കോ തിരഞ്ഞെടുത്ത നഗരമാണ് ഫ്രാൻസിലെ സ്ട്രാസ്ബർഗ് നഗരം. 2024 SK പൊറ്റക്കാട് സ്മാരക സമിതിയുടെ SK പൊറ്റക്കാട് സ്മാരക പുരസ്കാരം നേടിയത് KP രാമനുണ്ണിയാണ്. 2024 SK പൊറ്റക്കാട് സ്മാരക സമിതിയുടെ SK പൊറ്റക്കാട് സ്മാരക പുരസ്കാരം നേടിയ വ്യക്തിയാണ് KP രാമനുണ്ണി. അദ്ദേഹത്തിൻ്റെ ഹൈന്ദവം എന്ന കൃതിക്കാണ് പുരസ്കാരം ലഭിച്ചത്. ഹൈന്ദവം എന്ന കൃതി രചിച്ചത് KP രാമനുണ്ണിയാണ്.
വിഷ്ണുനാരായണൻ നമ്പൂതിരിയുടെ സ്മരണാർത്ഥം വൈഷ്ണവം ട്രസ്റ്റ് ഏർപ്പെടുത്തിയ പുരസ്കാരമാണ് വൈഷ്ണവം സാഹിത്യ പുരസ്കാരം. ഇത് നേടിയത് മുൻ ചീഫ് സെക്രട്ടറി ആയിട്ടുള്ള ആർ രാമചന്ദ്രൻ നായരാണ്. വിഷ്ണുനാരായണൻ നമ്പൂതിരിയുടെ സ്മരണാർത്ഥം വൈഷ്ണവം ട്രസ്റ്റ് ഏർപ്പെടുത്തിയ പുരസ്കാരമാണ് വൈഷ്ണവം സാഹിത്യ പുരസ്കാരം. 2024 വൈഷ്ണവം സാഹിത്യ പുരസ്കാരം നേടിയ വ്യക്തി മുൻ ചീഫ് സെക്രട്ടറി ആയിട്ടുള്ള ആർ രാമചന്ദ്രൻ നായരാണ്. ഈ പുരസ്കാര തുക 1,11,111 6-1. 2024 ലോക കോർഫ് ബോൾ ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത് തുർക്കിയിലാണ്. 2024 ജൂലൈയിലെ ലോക കോർഫ് ബോൾ ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത് തുർക്കിയിലാണ്. ഇവിടെ നടക്കുന്ന ഈ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ വനിതാ ടീമിൽ ഇടം നേടിയ മലയാളിയാണ് MS സാന്ദ്ര. ജൂലൈയിൽ തുർക്കിയിൽ നടക്കുന്ന ലോക കോർഫ് ബോൾ ചാമ്പ്യൻഷിപ്പിനുള്ള ഇന്ത്യൻ വനിതാ ടീമിൽ അംഗമായ മലയാളിയാണ് MS സാന്ദ്ര. കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഉഷ്ണതരംഗം പ്രഖ്യാപിച്ച കേരളത്തിലെ ആദ്യത്തെ ജില്ല പാലക്കാടാണ്. കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഉഷ്ണതരംഗം പ്രഖ്യാപിച്ച കേരളത്തിലെ ആദ്യ ജില്ലയാണ് പാലക്കാട്. ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോൾ കിരീടം നേടിയത് മുംബൈ സിറ്റിയാണ്. 2024 ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോൾ കിരീടം നേടിയത് മുംബൈ സിറ്റിയാണ്. ഫൈനലിൽ മോഹൻ ബഗാനെ കീഴടക്കിയാണ് മുംബൈ സിറ്റി കിരീടം സ്വന്തമാക്കിയത്. ദോഹ ഡയമണ്ട് ലീഗിൽ ജാവലിൻ ത്രോയിൽ 2ാം സ്ഥാനം കരസ്ഥമാക്കിയ ഇന്ത്യൻ താരമാണ് നീരജ് ചോപ്ര. ദോഹ ഡയമണ്ട് ലീഗിൽ ജാവലിൻ ത്രോയിലെ 2ാം സ്ഥാനം കരസ്ഥമാക്കിയ ഇന്ത്യൻ താരമാണ് നീരജ് ചോപ്ര. സത്യജിത് റേ ഫിലിം സൊസൈറ്റിയുടെ 8ാമത് സത്യജിത് റേ സാഹിത്യ പുരസ്കാരം നേടിയ വ്യക്തി പ്രഭാവർമ്മയാണ്. സത്യജിത് റേ ഫിലിം സൊസൈറ്റിയുടെ 8ാമത് സത്യജിത് റേ സാഹിത്യ പുരസ്കാരം നേടിയത് പ്രഭാവർമ്മ. ഏറ്റവും അധികം തവണ എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ വ്യക്തി എന്ന സ്വന്തം റെക്കോർഡ് തിരുത്തിയ വ്യക്തിയാണ് കാമി റിത ഷെർപ്പ. 29ാമത്തെ തവണയാണ് ഇവർ എവറസ്റ്റ് കീഴടക്കുന്നത്. ഏറ്റവും അധികം തവണ എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ വ്യക്തി 29 തവണയാണ് കീഴടക്കിയിട്ടുള്ളത്. സ്വന്തം റെക്കോർഡ് തന്നെ തിരുത്തിയ വ്യക്തിയാണ് കാമി റിത ഷെർപ്പ. ഇന്ത്യയുടെ സഹായത്തോടെ നവീകരിക്കുന്ന ശ്രീലങ്കയിലെ തുറമുഖമാണ് കാംഗസന്തുറൈ തുറമുഖം. ഇന്ത്യയുടെ സഹായത്തോടെ നവീകരിക്കുന്ന ശ്രീലങ്കയിലെ തുറമുഖമാണ് കാംഗസന്തുറൈ തുറമുഖം. 2025 ലോക ജൂനിയർ ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത് ഇന്ത്യയിലാണ്. 2025 ലോക ജൂനിയർ ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്നത് ഇന്ത്യയാണ്. അസമിലെ ഗുവാഹത്തിയിലാണ് മത്സരങ്ങൾ നടക്കുക. രാജ്യത്തെ ആദ്യ തദ്ദേശീയ ആളില്ലാ ബോംബർ വിമാനമാണ് FWD-200B. രാജ്യത്തെ ആദ്യ തദ്ദേശീയ ആളില്ലാ ബോംബർ വിമാനമാണ് FWD-200B. തൃശ്ശൂരിലെ പോലീസ് അക്കാദമി ഡയറക്ടറായി നിയമിതനായ വ്യക്തി P. വിജയൻ IPS ആണ്. തൃശ്ശൂരിലെ പോലീസ് അക്കാദമി ഡയറക്ടറായി നിയമിതനായത് P. വിജയൻ IPS. അടുത്തിടെ അന്തരിച്ച ഹരികുമാർ പ്രശസ്ത സിനിമാ സംവിധായകനാണ്. മികച്ച മലയാള സിനിമയ്ക്കുള്ള ദേശീയ പുരസ്കാരം നേടിയിട്ടുള്ള സുകൃതമാണ് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധേയമായ സിനിമ. അടുത്തിടെ അന്തരിച്ച ഹരികുമാർ സിനിമാ സംവിധായകനാണ്. അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ ചിത്രമാണ് സുകൃതം. ഈ സിനിമയ്ക്ക് മികച്ച മലയാള സിനിമയ്ക്കുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. അടുത്തിടെ അന്തരിച്ച പ്രശസ്ത സംവിധായകനും ഛായാഗ്രാഹകനുമായ വ്യക്തിയാണ് സംഗീത് ശിവൻ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രശസ്ത സംവിധായകനും ഛായാഗ്രാഹകനുമാണ്. 1992 പുറത്തിറങ്ങിയ യോധ എന്ന സിനിമയാണ് ശ്രദ്ധേയമായ ചലച്ചിത്രം. തൃശ്ശൂർ കോർപ്പറേഷൻ്റെ ആദ്യത്തെ മേയറായിരുന്ന വ്യക്തിയാണ് ജോസ് കാട്ടൂക്കാരനാണ് തൃശ്ശൂർ കോർപ്പറേഷൻ്റെ ആദ്യത്തെ മേയർ. ഈ അടുത്ത കാലത്ത് അന്തരിച്ച വ്യക്തിയായിരുന്നു ജോസ് കാട്ടൂക്കാരൻ. അടുത്ത കാലത്ത് അന്തരിച്ച GK പള്ളത്ത് മലയാള സിനിമാ രംഗത്തെ ഗാനരചയിതാവാണ്. GK പള്ളത്ത് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിനിമയിലെ ഗാനരചയിതാവാണ്. P. ഗോവിന്ദൻകുട്ടി എന്നതാണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നാമം. GK പള്ളത്തിൻ്റെ യഥാർത്ഥ നാമം P. ഗോവിന്ദൻകുട്ടി എന്നാണ്. മുൻകാല മലയാള സിനിമയിലെ ഗാനരചയിതാവായിരുന്നു. മേളവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് അരവിന്ദാക്ഷൻ മാരാർ.
ടൈറ്റാനിക്, ലോർഡ് ഓഫ് ദി റിങ്സ് എന്നീ ചിത്രങ്ങളിലൂടെ പ്രശസ്തനായ ഹോളിവുഡ് നടനാണ് ബർണാഡ് ഹില്ലെ. ടൈറ്റാനിക്, ലോർഡ് ഓഫ് ദി റിങ്സ് എന്നീ ചിത്രങ്ങളിലൂടെ പ്രശസ്തനായ ഹോളിവുഡ് നടനാണ് ബർണാഡ് ഹില്ലെ. അദ്ദേഹവും ഈ അടുത്ത് അന്തരിച്ചിരുന്നു. പ്രശസ്തരായവരുടെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം നമ്മൾ പഠിച്ചു വെച്ചാൽ മതി. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. നമുക്ക് മറ്റൊരു ക്ലാസ്സുമായി കാണാം. താങ്ക്